വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ, അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നതിന് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവാറ്. ഒന്നല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ആവണം. അപ്പോൾ ഇന്ന് ഇക്കാന്റെ ബർത്ത്ഡേ ആണ്, November 26. അപ്പോൾ ഈ ഒരു ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ലോങ് വീഡിയോ എടുക്കുന്നത്. ഇത് ഇന്നലത്തെയും ഇന്നത്തെയും കൂടി ആയിട്ടുള്ളൊരു കണക്റ്റഡ് വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇക്കാന്റെ ബർത്ത്ഡേക്ക് ഭയങ്കരമായ സർപ്രൈസ് കാര്യങ്ങളൊന്നും ഇത്തവണ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം സർപ്രൈസ് കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാനും ഇക്കാക്ക് ഒരുമിച്ചായിരിക്കും എല്ലായിടത്തും പോണതും വരുന്നതും എല്ലാം. അപ്പോൾ ഇക്കാനെ ഒഴിവാക്കിയിട്ട് എനിക്ക് മാത്രമായിട്ട് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഭയങ്കര സീക്രട്ടായിട്ട് കേക്കും ബൊക്കയും ഒക്കെ ഓർഡർ ചെയ്ത് വീട്ടിൽ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇക്കാക്ക് ഈ CCTV ത്രൂ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഈ ഒരു ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ക്യൂരിയസ് ആയിട്ടിരിക്കും. സോ ഇത്താണ് ഞാൻ എന്തായാലും ഇക്കാൻ്റെ അറിവോടുകൂടി മാത്രമേ എന്തും ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ മറന്നുപോയി എന്നൊക്കെ ഉള്ള മൈൻഡിലൊക്കെ ഇരുന്നിട്ട് നമ്മളൊരു സർപ്രൈസ് ഒക്കെ കൊടുക്കുക എന്നുള്ളത്. അതും പോസിബിൾ അല്ല, കാരണം ഇവർ രണ്ട് ബ്രദേഴ്സ് ആണല്ലോ. ഇക്കാക്ക് ഒരു ബ്രദറും കൂടി ഉണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, November 25. ഇവരെ ഇയേഴ്സ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, 3 years ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഡേറ്റ് ഒരൊറ്റ ദിവസത്തെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇന്നലെ ഇക്കാൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് ഇക്കാൻ്റെ ബർത്ത്ഡേ. സോ ഈ ഒരു സർപ്രൈസ് ആയിട്ടുള്ള വൗ ഫാക്ടർ ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്നലെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇനിയിപ്പോൾ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊക്കെ കണ്ടിട്ട് പോയോ. അപ്പോഴേക്കും ഞാൻ ഹയാസിനെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ. ഇന്ന് ദോശയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഹയാസിനെ സ്കൂളിലേക്ക് വിടണം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് പോയോ, ബാക്കി എന്നിട്ട് കാണാവേ. ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റിനെ പറ്റി എനിക്ക് മുന്നേ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിനകത്ത് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് വാങ്ങിക്കാൻ പോവാന്നുള്ളതാണ്. അപ്പോൾ ഇക്കാകാൻ ഇനി ഇവിടെ നിന്ന് എനിക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോകണം. ഇക്കാക്ക് എനിക്ക് കാര്യമായിട്ട് കണക്കുകൾ കൂട്ടലും കുറയ്ക്കലൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇക്കാക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. മൊബൈലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇക്കാക്ക് യൂസ് ചെയ്യുന്ന മൊബൈലാണ് കേട്ടോ ഇത് നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇതൊന്നും സൂം ചെയ്ത് നോക്കിയാലാണ് ഇതിന്റെ ഗ്ലാസ് എത്രമാത്രം പൊട്ടിയിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. മാത്രമല്ല, ഈ 5 വർഷത്തിനിടയിൽ ഈ 5 തവണ തന്നെ നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പല സിറ്റുവേഷനിലും മൊബൈൽ മാറ്റണം എന്നുള്ള ചിന്ത ഇക്കാക്ക് വരുന്നുണ്ടെങ്കിലും ഇക്കാക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുൻകൈ എടുക്കുന്നില്ല കേട്ടോ. അതിന്റെ ഇടയിൽ എന്റെയും ഇക്കാന്റെ ഫോൺ ഒരുമിച്ച് ഒരേ സമയം തന്നെ കംപ്ലൈന്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ഇക്കാക്ക് ഫോൺ ഇതുപോലെ റിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് പുതിയൊരു ഐഫോൺ ഗിഫ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തത് ഇക്കാക്ക. ഇനിയിപ്പോ എന്തായാലും നമുക്ക് അധികം സമയം കളയണ്ട. നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ എന്തായാലും പോയിട്ട് ഇക്കാക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാം. അപ്പോൾ ഫോൺ വാങ്ങിക്കാൻ നേരെ മൈജിയിലേക്കാണ് കേട്ടോ ആദ്യം വന്നത്. ഫോൺ വാങ്ങിക്കുന്ന കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ തന്നെ ആദ്യം റിജക്ഷൻ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഫോൺ തന്നെ മതി, അത് തന്നെ പോട്ടെ, പോകുന്നിടത്തോളം പോട്ടെ, അത് യൂസ് ചെയ്യാന്നൊക്കെ ഇക്കാക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇക്കാക്കാന്റെ പേഴ്സണൽ യൂസ് മറികടന്നിട്ട് നമ്മളൊരു ഒഫീഷ്യൽ യൂസിലേക്ക് പോകണമെങ്കിൽ ഫോൺ ഇക്കാക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ ഫോണിന്റെ കാലാവധി കഴിഞ്ഞ് നമ്മൾ അടുത്തത് എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. സോ എന്തായാലും ഫോൺ തന്നെ വാങ്ങിക്കണം. എന്റെ ഒരു വാശിപ്പുറത്ത് ഞാൻ ഇക്കാകനെയും കൂട്ടി വന്നതാണ്. ഫോണിൽ നമുക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻസ് അറിയാലോ, ആൻഡ്രോയിഡും പിന്നെ ആപ്പിൾ ആണോ ഉള്ളത്. അപ്പൊ ആൻഡ്രോയിഡിൽ കുറച്ചൊക്കെ നോക്കിയപ്പോൾ അതിന്റെ ഒരു റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത് ആപ്പിളിന്റെ ഫോണാണ്. പക്ഷെ നമുക്ക് മൈജിയിൽ അത്ര ഓഫേഴ്സ് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മൾ നോക്കിയ ഒരു ഫോണിന്റെ ആണെങ്കിൽ അവിടെ സ്റ്റോക്കും അവൈലബിൾ ആയിരുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് നന്ദിലത്ത് ജിമാർട്ടിലേക്കാണ്. അതിന്റെ ഇടയിൽ നമ്മൾ ഒരു ഷോപ്പിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയും സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഐഫോൺ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും ടോപ്പ് വേരിയന്റ് ഒക്കെ ആയിരിക്കുമല്ലോ ആദ്യം തന്നെ നോക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോയും പ്രോ മാക്സും എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ ഓറഞ്ച് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബഡ്ജറ്റ് ഒക്കാത്തതുകൊണ്ട് നമ്മൾ 60 തന്നെ നിർത്തി. ഇക്കാക്കാന്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഫോൺ എടുക്കുന്ന എക്സൈറ്റ്മെന്റും ആ ഒരു ഹാപ്പിനെസ്സും അത്ര എക്സ്ട്രീം ലെവലായിട്ടൊന്നും ഇല്ല. കാരണം ആളത്ര ഓക്കെ അല്ല ഫോൺ എടുക്കാനായിട്ട് ഇപ്പൊ തന്നെ. എന്നാൽ ആളുടെ ഇന്റേണൽ മൈൻഡിൽ അറിയുകയും ചെയ്യാം ഒരു ഫോൺ ഇപ്പൊ എന്തായാലും മാൻഡേറ്ററി ആണ് എന്നുള്ളതും. അങ്ങനെ നമ്മൾ ഫോണൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടെയിൽ കളറാണ് കേട്ടോ വാങ്ങിച്ചത്. 60 നോക്കിയപ്പോൾ ബ്ലൂവും ബ്ലാക്കും അതുപോലെ ടെയിൽ കളറാണ്. ബ്ലാക്ക് ആണ് എന്റെ കയ്യിൽ ഓൾറെഡി ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനാട്ടോ പറഞ്ഞത് ടെയിൽ കളർ എടുക്കാം. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് നമുക്ക് അടിച്ചാലും ഇല്ലെങ്കിലും ആ കൂപ്പൺ ഫിൽ ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതേ കൂപ്പൺ ഒക്കെ ഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ സെയിൽസ്മാനെ നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നിങ്ങൾ ആരെങ്കിലൊക്കെ ഇവിടെ വന്നിട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കാര്യം വേറൊന്നുമല്ല, ആള് നമ്മളെ നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല ഓഫേഴ്സ് നമുക്ക് മാക്സിമം വാങ്ങിച്ചു തരാനായിട്ട് ആളെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ആളെന്തായാലും നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ ഫിൽ ചെയ്ത് കൂപ്പൺ അവരുടെ ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഗിഫ്റ്റ് കിട്ടോ ഇല്ലയോ എന്നുള്ളത് വരും വീഡിയോസിൽ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇക്കാക്ക് കൈമാറി
മാറിയിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങുന്നത്. ഹാപ്പിനെസ് എക്സ്ട്രീം ലെവലാക്കാൻ ആ സെയിൽസ്മാനെ കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് ബർത്ത്ഡേ ദിവസത്തെ വിശേഷങ്ങൾ കാണാം. ഹയാസ് ദേവ സ്കൂളിൽ ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹയാസിന്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ലഞ്ചിന് ഇന്ന് ദോശയും ടൊമാറ്റോ ചട്നിയാണ്. സ്നാക്സ് ആയിട്ട് ഇന്ന് മാങ്ങയാണ് കേട്ടോ. മാങ്ങ മധുരം ഉണ്ടോ നോക്കി ഹയാസ് ഒരു പീസ് കഴിച്ചു നോക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഹയാസിന്റെ ലഞ്ചും സ്നാക്സും. ഇനി അബ്ബാന്റെ വിഷയം തന്നെ. ഹയാസ് അബ്ബാക്ക് വേണ്ടിട്ട് ഒരു കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മധുരം ഉണ്ടോ മാങ്ങക്ക്? സെറ്റ് അല്ലേ? എന്നാ ക്ലോസ് ചെയ്തോലിട്ട്. അപ്പൊ ഇനി ഹയാസ് അബ്ബക്ക് ഗിഫ്റ്റ് കൊടുക്കണം കാണാം. അതെ, ഹയാസ് ഇന്നലെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കാർഡാണ് കേട്ടോ ഇത്. ഹാപ്പി ബർത്ത്ഡേ അബ്ബ എന്നിട്ടുണ്ട്. വേഗം കൊണ്ട് കൊടുക്കുക, സമയം പോയി. ഇപ്പൊ തന്നെ ബസ് മിസ്സാവും. വേഗം പോവും. അബ്ബ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. പറയല്ലേ. വേഗം കിസ് ചെയ്യ, എന്നിട്ട് പോവാ, സമയം പോയി. വൈകുന്നേരം കാണാന്ന് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. അപ്പൊ ദേ ഹയാസിനെയൊക്കെ വിട്ട് വന്നപ്പോഴേക്ക് ഹംന കുഞ്ഞു എണീറ്റിട്ടുണ്ട് കേട്ടാ. ഹംന കുഞ്ഞു ഹായ് പറഞ്ഞു. ഹായ് പറയടി. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ അബ്ബനോട്. പന്ന ഹാപ്പി ബർത്ത്ഡേ. അബ്ബതയോടെ എണീറ്റ് ഇങ്ങനെ കിടക്കണുണ്ട്. എണീറ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അബ്ബ. അബ്ബ എഴുന്നേറ്റിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അബ്ബയുടെ ഗിഫ്റ്റ് ഒക്കെ ഇന്നലെ കിട്ടിയുണ്ട് അബ്ബക്ക്. ഇനി എന്തെന്നാ സർപ്രൈസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ഇല്ലെങ്കിൽ എണീറ്റ് വരും. സർപ്രൈസ് തന്നാലും മതി. എന്ന് സർപ്രൈസ് തന്നാലും അത് കണ്ടുപിടിക്കും. നാണവണ്ട് ഗായ്സ്. നാണവണ്ടേ അബ്ബക്ക് നാണവണ്ടേ. അപ്പൊ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കട്ടെ കേട്ടാ. സത്യത്തിൽ ഈ ഒരു മൊമെന്റിൽ ഇതെന്റെ ബർത്ത്ഡേ ആണെന്നാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എല്ലാവരും കൂടി എനിക്കൊരു സർപ്രൈസ് ആണ് തന്നത്. ഇക്കാക കുളിച്ച് റെഡിയായി വന്നപ്പോഴേക്കും ഈ ഒരു ഡ്രസ്സ് ഇട്ട് വന്നതാണ് കേട്ടോ അതിന് കാരണം. ഹംനയുടെ അസർമുല്ലപ്പാട്ടിനാണ് കേട്ടോ ഈ ചുവട് വെക്കുന്നത്. ബാക്ക് ടു ഇക്കാകാന്റെ ഈ ഒരു ഡ്രസ്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇത് എന്റെ ഉമ്മിച്ച് ഇക്കാക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ബർത്ത്ഡേ ആയിട്ട്. അതും ഞാൻ അറിയാതെ. ഇക്കാക കുളിച്ചിറങ്ങി വരുമ്പോഴേക്കും ഇടാനായിട്ട് ഞാൻ ഇവിടെ പാൻസും അതുപോലെ ടീഷർട്ടും എല്ലാം അയൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്റെ അറിവിൽ ഇക്കാക്ക് പുതിയൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾ ഫോൺ വാങ്ങിക്കാൻ പോയ സമയത്താണ് എന്റെ ഉമ്മിച്ച് ഓഫീസിൽ വന്നതും ഈ ഒരു ഡ്രസ്സ് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ എല്ലാ ബർത്ത്ഡേസിനും ഇക്കാകാണെങ്കിലും എനിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഉമ്മിച്ച് ചെയ്യാറുണ്ട്. അപ്പൊ മിക്കവാറും ഇക്കാകും എനിക്കും ഡ്രസ്സ് തന്നെയാണ് തരാറുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ അറിയാതെയാണ് ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് ഇട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറെ അധികം നാളായിട്ടുണ്ട് ഞാൻ ഇക്കാൻ ഇതുപോലെ ഒരു കോഡ് സെറ്റ് ലെവലിൽ ഒരു ഡ്രസ്സൊക്കെ ഇടിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമ്മുടെ പുതിയ ഫോണിന് ഇതേ ലബൂബുവിന്റെ കവറൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക് കളറാണ് ഇതിന്റെ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക്. ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ റെഡിയായി. ഇക്കാക്ക് റെഡി ആയിട്ട് കുറേ നേരമായിട്ടുണ്ട് കേട്ടോ. ഇക്കാക്ക് അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി സെറ്റായിട്ട് നിൽക്കുകയാണ്. ഹംന അതിൻ്റെ ഇടയിൽ എണീറ്റ്. അപ്പോൾ ഹംനാനെ ഉറക്കി. ഇക്കാക വാ. അപ്പോൾ അതേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ബർത്ത്ഡേ ബോയ് വരുന്നുണ്ട്. ഡ്രസ്സ് ഇഷ്ടമായോ? ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അല്ലേ? ഒരു കോഡ് സെറ്റ് ലുക്ക് ആയിട്ടുണ്ട്. എന്തായാലും ഉമ്മിച്ചിയുടെ സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. എന്നാലും എൻ്റെ ഉമ്മിച്ചല്ലേ. പക്ഷേ സർപ്രൈസ് കിട്ടിയത് എനിക്കായി പോയി ഗൈസ്. അപ്പോൾ എനിവേ നമുക്കിനി ഓഫീസിലെത്തിയിട്ട് കാണാം. ഓക്കെ. നമ്മുടെ ഓഫീസിലും ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതിക്കാകെ ചെറുതായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കാണ് കേട്ടോ. ഇനിയിപ്പോ അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ. അപ്പൊ ഇക്കാകെ ഒരു നാണവും ചമ്മലും എല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർപ്രൈസ് ഒരുക്കിയതിൽ നമുക്ക് വേണ്ടിയിട്ട് ഇതുപോലെ എഫേർട്ട് എടുക്കാൻ നമുക്ക് ചുറ്റും ആളുകളുള്ളപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഞങ്ങളെ സംബന്ധിച്ച്. ഇതിപ്പോ എന്റെ ബർത്ത്ഡേ ആണെങ്കിലും ഇക്കാന്റെ ബർത്ത്ഡേ ആണെങ്കിലൊക്കെ ഇപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇവര് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ പാർട്ടി പോപ്പർ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സ്നോ സ്പ്രേ വെച്ചിട്ട് അങ്ങനെ കാര്യമായിട്ട് ഇവരെല്ലാവരും കൂടി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു മൊമെന്റിന്റെ ഒക്കെ ആ ആക്ച്വൽ ആയിട്ടുള്ള വോയിസ് ഒക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടും കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനത് മ്യൂട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത്തവണ ബർത്ത്ഡേ കേക്കിൽ എഴുതിയേക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ബോസ് എന്നാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. ഓഫീസിൽ വെച്ചിട്ട് ഒരു സെലിബ്രേഷൻ നടത്താന്ന് പറയുന്നത് ഭയങ്കര എഫേർട്ട് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് ഭയങ്കര പോസിബിൾ ആണ്. ഇക്കാന്റെ കാര്യത്തിൽ ഇത് ഭയങ്കര
എഫേർട്ടാണ്. കാരണം വേറൊന്നുമല്ല, മിക്കവാറും ഇക്കാന്റെ ഫോണിൽ എപ്പോഴും ക്യാമറ ഓൺ ആയിട്ടിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക് ആ ക്യാമറനെ ഹൈഡ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ മുന്നേ പറഞ്ഞ പോലെ ഇക്കാക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ഈ ഒരു ഡേറ്റ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാന്റെ കുറച്ചും കൂടിയും ചെക്കിങ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ അതേ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇക്കാന്റെ വയറൊന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു അടിപൊളി ട്രോൾ വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അവർ പ്ലേ ചെയ്തിട്ട് അത് കണ്ടിട്ട് നിർവൃതി അണയുന്ന ഇക്കാനെയാണ് കേട്ടോ ഈ കാണുന്നത്. മുന്നേ എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലൊരു ട്രോൾ വീഡിയോ ഉണ്ടാക്കിയപ്പോൾ അവരുടെ കൂടെ നിന്ന് ചിരിച്ച ആളാണ്. ഇന്നിപ്പോ ഞാൻ ഇവരുടെ കൂടെ നിന്ന് നന്നായിട്ട് ചിരിച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ടീമിന്റെ ഇതുപോലത്തെ എഫേർട്ട് എന്ന് പറയുന്നത് അത് പീക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് അതിൽ ഉണ്ടാക്കുന്ന ഹാപ്പിനെസ്സും അതുപോലെ ഇവരെ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ട്രോൾ വീഡിയോ ഒക്കെ കണ്ട് വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ആക്ച്വലി ഇക്കാന്റെ ബർത്ത്ഡേ ആണെങ്കിലും ഞാനും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടെ കാരമൽ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഇവര് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി ബേക്കറി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ ഇന്നത്തെ നമ്മൾ ആദ്യത്തെ കേക്ക് മുറിക്കാണ്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. ഇക്കാക്ക അങ്ങനെ പൊതുവെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിരുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഈ ഇടയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബർത്ത്ഡേസും കാര്യങ്ങളും, അതായത് ഞാൻ കൂടെ കൂടിയ പിന്നെയാണ് ഇങ്ങനെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്റെ ബർത്ത്ഡേ ആണെങ്കിലും വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇക്കാക്കാൻ ഈ വാരി പൊത്തുക എന്നുള്ളത് ഒരു കർമ്മമാണല്ലോ. അപ്പൊ ഇക്കാക്ക് തിരിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നോക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ മുഖത്തേക്ക് ക്രീം തേച്ച് കഴിഞ്ഞാൽ ഈ തട്ടൊക്കെ കുത്തിയേക്കുന്നതുകൊണ്ട് ഭയങ്കര പണിയായിരിക്കുള്ളൂ. അപ്പൊ ഞാൻ അതിൽ നിന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. എന്തായാലും ഞാൻ ഈ മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ടും പിന്നെ ഇക്കാക്ക് അധികം എഫേർട്ട് എടുത്തില്ല കേട്ടോ. കാരണം ഹാപ്പിനെസ് എക്സ്ട്രീം ലെവലായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുഖത്ത് എന്തായാലും വാരി പൊത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കേക്കിന്റെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നമ്മുടെ ടീമിന് എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇക്കാന്റെ ബർത്ത്ഡേ നമ്മുടെ ഓഫീസിൽ എന്തായാലും കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് ട്രീറ്റ് ആണല്ലോ. ഇവർക്ക് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ട്രീറ്റ് ചെയ്യാന്നുള്ള പ്ലാനിൽ നമ്മൾ ചിക്കിങ്ങിലേക്കാണ് കേട്ടോ വന്നത്. ഇവരെ 25th ആനിവേഴ്സറി ആയിട്ട് ഇവിടെ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. 499 റുപ്പീസിന് 25 പീസസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവരെ പ്രധാന വാതിലിൽ തന്നെ അവർ ആ ഓഫറിനെ പറ്റിയിട്ട് വലിയ കാര്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹെവി റഷും ഹെവി ഡിമാൻഡും കാരണം അവർക്ക് ആ ഓഫർ റൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരപ്പോ സ്റ്റിൽ അത് ക്ലോസ് ചെയ്തേക്കാണെന്നാണ് അവർ ആ ഒരു നോട്ടീസിൽ എഴുതിയേക്കുന്നത്. സോ ഓഫർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ KFCയിലേക്കാണ് കേട്ടോ വന്നത്. ഇവിടെ വെനസ്ഡേ ആയിട്ട് വെനസ്ഡേയുടെ ഓഫർ ഉണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3:30-4 മണി സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായ ക്യൂവോ തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് സംഭവം കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ KFC ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് വിട്ടു. നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഓഫീസിലെ ബർത്ത്ഡേ സെലിബ്രേഷനും അവിടുത്തെ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ ഉമ്മിച്ചിയുടെയും വാപ്പിച്ചിയുടെയും പിള്ളേരെയൊക്കെ കൂടെ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു കേക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വീട്ടിൽ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കേക്ക് ഇനി കട്ട് ചെയ്യാന്നുള്ളതാണ് അടുത്ത കർമ്മം. കേക്കിന്റെ സ്മെൽ അടിച്ചപ്പോഴേക്കും ഹംനദേ ടേബിളിന്റെ പൊക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എടുത്തു തരുന്നത് എന്റെ പുത്രനാണ് കേട്ടോ. കേക്കിൽ ഇത്തവണ കാര്യമായ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്തിട്ടില്ല. നോർമൽ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഹാപ്പി ബർത്ത്ഡേ അബ്ബ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്കും വേണ്ടിയിട്ട് KFC വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്കൊക്കെ ബ്രോസ്റ്റഡ് ഇഷ്ടമായതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എന്തായാലും കഴിക്കാൻ ഓർത്തു. അപ്പൊ അതും വെനസ്ഡേ സ്പെഷ്യൽ തന്നെയാണ് വാങ്ങിച്ചത്. അങ്ങനെ അബ്ബേ മക്കളും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പൊ വാപ്പിച്ചു ഉമ്മിച്ചൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അബ്ബേ മക്കളും കൂടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഹംനയുടെ വിചാരിത് ഹംനയുടെ ബർത്ത്ഡേ ആണെന്നാണ് കേട്ടോ. കാര്യം വേറൊന്നുമല്ല. പിന്നെ ഞങ്ങൾ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആരുടെ കേക്കാണ് മുറിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവള് പറയുന്നത് ഹംനയുടെ എന്നാണ് കേട്ടോ. അങ്ങനെ വാപ്പിച്ചിക്കും കേക്കിന്റെ പീസൊക്കെ കൊടുക്കാണ്. വാപ്പിച്ച് പൊതുവേ മധുരം ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. പിന്നെ ഉമ്മിച്ചിയും വന്നു. അതിന്റെ ഇടയിൽ വാപ്പിച്ചിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇനി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് KFC എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഉമ്മിച്ച്. അതിന്റെ ഇടയിൽ വന്നിട്ടാണ് ഈ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കഴിക്കുന്നത്. പിന്നെ ഇനി വീഡിയോഗ്രാഫറായ ഞാൻ കേക്ക് കൊടുക്കുന്നത് കണ്ടില്ല എന്ന് ഇനി ആരും പറയണ്ട. ഞാൻ കേക്ക് കൊടുക്കാനായിട്ട് ഫോൺ ഞാൻ അവിടെ ട്രൈപോഡിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്ക് ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ പിള്ളേർക്കും കൊടുത്തു കേട്ടോ. പിള്ളേർ അവിടെ തച്ചിനിരിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പൊ KFC വെനസ്ഡേ സ്പെഷ്യലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അത്യാവശ്യം നല്ലതായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫിസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടി കഴിച്ച് ഇന്നത്തെ ഡിന്നറും നല്ല കുശാലാക്കി. അപ്പൊ ഗൈസ് ഇന്നത്തെ ഇക്കായുടെ ബർത്ത്ഡേ പരിപാടികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇക്കാക്ക് വീണ്ടും സിക്ക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ പരിപാടികള്? എങ്ങനെയുണ്ടായി? ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടായോ? ഫോണൊക്കെ ഇഷ്ടായോ? ഫോണ് ആസ് യൂഷ്വൽ പോയി വാങ്ങിച്ചതുകൊണ്ട് ഇഷ്ടമാതിരിക്കില്ലല്ലോ. പിന്നെ ഐഫോൺ അല്ലേ കിട്ടിയേക്കുന്നത്. ഇപ്പൊ അതിന് മൈൻഡ് ചെയ്യുന്നില്ല. ആൻഡ്രോയിഡാണ് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്താ ഐഫോണിലോട്ട് ഇനി അപ്പൊ മാറ്റും എല്ലാരും കുറച്ചായിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കേക്ക് 2 കേക്ക് മുറിച്ചെന്ന് ആദ്യമായിട്ടല്ലേ ബർത്ത്ഡേക്ക് 2 കേക്ക് മുറിക്കണേ? അവിടെ മുറിച്ചു ഇവിടെ മുറിച്ചു. സോറി ഞാൻ മറന്നു. അപ്പൊ 2 കേക്ക് മുറിച്ചിട്ടുണ്ട്. പിന്നെന്താ ഡ്രസ്സ് ഗിഫ്റ്റ് ആസ് യൂഷ്വൽ എന്റെ ഉമ്മച്ചി എപ്പോഴും കൊടുക്കണ പോലെ അത് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ എന്തായാലും അടിപൊളിയായി. ഞങ്ങൾ KFC ഒക്കെ കഴിച്ച് അപ്പൊ ഇന്നത്തെ ഡിന്നറും കഴിഞ്ഞിട്ട് ഇനിയിപ്പോ കിടന്നുറങ്ങാനുള്ള ഹംന പുറത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കിടന്നുറങ്ങാനുള്ള പറഞ്ഞോട്ടെ. അപ്പൊ ഡിന്നറൊക്കെ കഴിച്ചു, ഇനിയിപ്പോ കിടന്നുറങ്ങണം. ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്തെടുക്കാനുണ്ട്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? മുടിയാകെ അലമ്പായിട്ടിരിക്കുന്നല്ലേ. മുടിക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സജസ്റ്റ് ചെയ്തോട്ടെ. എനിക്ക് സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേസിന് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും അതൊക്കെ ചെയ്യുമ്പോൾ അല്ലേ. എനിവേ അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തവര് നിങ്ങളുടെ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. വീട്ടിൽ സിറ്റ് ഔട്ടിൽ ഇരുന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. പുറത്തേക്കൂടെ ഒരു ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. എന്തെന്നാണ് ഫേസ്ബുക്കിൽ മറ്റേ ഇത് വരുമല്ലോ, മെമ്മറീസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ പറഞ്ഞത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോ കാണാം. അതുവരെ see you.